മാജിക്കിൽ പോവാം. ഫിൻഡാസ് പോടാ. ഫിൻഡാസ് പോവാം. ആടത്തില്ലേ കളർ ഇതന്നെ അത് അല്ല ഇത് ശരിക്കും അവരുടെ ഈ പേജ് ഇട്ടാ ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആണ് ആള്. കോംപ്റ്റോൺ മൊബൈൽസിൽ ഫ്രൈഡേ ഹോട്ട് ഡീൽ കിടക്കണ ഏത് ഹോണറിന്റെ X7C 5G. അതായത് 50 ദിനാറിന്റെ താഴെ നിങ്ങൾക്ക് 256 GB 5000 mAh എബോ ബാറ്ററി ഉള്ളൊരു നല്ലൊരു ഫോൺ വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഫോണാണ് ഹോണറിന്റെ X7C 5G. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ആ മക്കളൊക്കെ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ തറയിലിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിലിട്ട് യൂസ് ചെയ്യാം, കഴുകി വാഷ് ചെയ്യാം. മീൻ വാഷ് ചെയ്യുന്ന കണക്ക് തന്നെ, അതുപോലെ തന്നെ നമ്മുടെ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന കണക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസും ഇല്ല. നല്ലൊരു ഫോണാണ്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ക്യാമറയും വരുന്നൊരു സെറ്റാണ്. ഇതിൻ്റെ 2 വേരിയൻറ്റ് അവൈലബിൾ ആണ് ഹോണർ X7C 5Gയിൽ. 4GB + 4GB 256 GB അതുകൂടാതെ 8GB റാം + 8GB റാം 256 GB അങ്ങനെ 2 വേരിയൻ്റാണ് വരുന്നത്. അതുകൂടെ അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഹോണറിൻ്റെ തന്നെ ഒരു ബഡ്സ് കിട്ടും. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട്. താങ്ക് യു. ഹാപ്പി അല്ലേ? കൂടാതെ തന്നെ ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട്. ഏത് റെഡ്മിയുടെ ഒരു പുതിയ സെറ്റാണ് റെഡ്മി നോട്ട് 14 5G. ആ ഫോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ എടുത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞായിരുന്നു ഒന്നും സംഭവിക്കത്തില്ല. അത്രയും നല്ല സ്ട്രോങ് ബോഡിയിൽ വരുന്ന ഒരു ഫോണാണ്. അത് 108 മെഗാപിക്സൽ ക്യാമറയിൽ വരുന്ന സെറ്റാണ്. ഏത് റെഡ്മി നോട്ട് 14 5G 108 മെഗാപിക്സൽ ക്യാമറയിൽ വരുന്ന 45 വാട്ട്സിന്റെ ടർബോ ഫാസ്റ്റ് ചാർജിങ് വരുന്ന 8+8 8GB റാമും ടർബോ റാമായിട്ട് 8GB റാമും പിന്നെ അതുകൂടാതെ 256 GB മെമ്മറിയും വരുന്ന ഒരു അടിപൊളി സെറ്റാണ് റെഡ്മിയുടെ നോട്ട് 14 സീരീസ്. ഇത് കൂടാതെ തന്നെ റെഡ്മിയുടെ നോട്ട് 14 5G കൂടാതെ തന്നെ റെഡ്മിയുടെ നോട്ട് 14 പ്രോ വേണമെങ്കിൽ പ്രോ ഉണ്ട്, നോട്ട് 14 പ്രോ പ്ലസ് വേണമെങ്കിൽ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോണാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് S25 Ultra. S25 Ultra മാർക്കറ്റിൽ ഇന്ന് റേറ്റ് വരുന്നത് 390 ആണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് 50 KD ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വകയുള്ള ഗിഫ്റ്റും ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. ഇനി വിത്തൗട്ട് ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് പ്രൈസ് അവൈലബിൾ ആണ്. ആ പ്രൈസ് നമ്മൾ വീഡിയോയിൽ പറയാത്തത് പലർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്യാരണ്ടിയും കിട്ടും, മൊബൈലിൽ നിങ്ങൾക്ക് വാറണ്ടിയും കിട്ടും. ഓക്കെ, ബൈ. അസറെ കപ്പ് കിട്ടോ? ആശാന് കോഫി കുടിക്കാൻ ഞാൻ എടുത്തത് ഇപ്പോൾ 7B ആണ്. ഇത് ഓൾറെഡി വന്നു പോയ മോഡലാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റ് നിലവിലുള്ളത് ഹോണറിൻ്റെ 9C ആണ്. ഈ ഹോണറിൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കൂടുതൽ ചാർജ് കിട്ടുന്നുണ്ട്. മറ്റ് മൊബൈലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ചാർജ് ഈ ഹോണറിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ചാർജ് കിട്ടണമെങ്കിൽ ഈ മൊബൈൽ യൂസ് ചെയ്യാം. 9Cക്ക് എനിക്ക് തോന്നുന്നു 78-95 KD ആണെന്ന് തോന്നുന്നു. ഇതിനിപ്പോൾ ഒരു 46 KD വിറ്റിക്കുള്ളിൽ കിട്ടും. അത് നമുക്ക് ഒരു ദിവസം മുഴുവൻ നല്ല രീതിയിൽ ചാർജ് കിട്ടുന്നുണ്ട് ഈ മൊബൈലിൽ. X7B ആയാലും X7C ആയാലും നല്ല മൊബൈൽ തന്നെയാണ്. ഒരു നോർമൽ യൂസിന് പറ്റിയൊരു മൊബൈലാണ് ഹോണർ. അതാണ് ഞാൻ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം. 256 GB ആണ്, പിന്നെ 408 GB റാമാണ് എൻ്റെ. നല്ലൊരു മെറ്റീരിയലാണ്, നല്ലൊരു മൊബൈലാണ്, ആർക്കും വാങ്ങിക്കാം. വാല്യൂ ഫോർ മണി അല്ലേ? യെസ്, വർത്താണ്. അസർ യൂസ് ചെയ്യുന്നതും സെയിം മൊബൈലാണ്. അപ്പോൾ അവൻ യൂസറാണ്, അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഇത് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അസർ ഹാപ്പി അല്ലേ? ഞാൻ പണ്ടേ ഹാപ്പിയാണ്. നമ്മുടെ VKക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം എന്ന ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഷോപ്പ് വിസിറ്റ് ചെയ്തായിരുന്നു, കോംപ്റ്റോൺ. സോ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ VKക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സോ അലോങ് വിത്ത് പ്രൊഡക്റ്റ്, ഇഫ് എ സെയിൽസ്മാൻ ക്യാൻ ടെൽ ദ ടെക്നിക്കാലിറ്റി, തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിന് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നൽകും, ക്ലാരിറ്റി നൽകും. സോ ആ രീതിയിലുള്ള ഒരു സെയിൽസ് പേഴ്സണെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. തീർച്ചയായിട്ടും നല്ലൊരു ഷോപ്പാണ്. ടിക്ടോക്കിലും മറ്റും if you are searching, you can find among the top rank. ന്യൂ ഇയർ
ഇയർ വ്ളോഗിന് ശേഷം നമുക്ക് അധികം പിന്നെ കാണാൻ ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല ഒരുമിച്ച്, അതുകൊണ്ടാണ് വ്ളോഗ്സിലൊന്നും ഇല്ലാതിരുന്നത്. ഒരു എന്താ പറയുക, ന്യൂ ഇയർ തുടങ്ങിയപ്പോഴേ കുറച്ച് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പ്രൊജക്ട്സ് കാര്യമൊക്കെ ആയിട്ട്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, പനി, ഇവിടുത്തെ തണുപ്പ് അങ്ങനെയാണല്ലോ, കുവൈത്തിൽ ഒരുമാതിരി തണുപ്പായിരുന്നു ഇപ്രാവശ്യം, അതിനെ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്മളിനി ഒന്നും കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ഒന്നും കൂടി സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. ഇന്ന് നമ്മൾ വീക്കേക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, താങ്ക് യു.